മണിപ്പൂരിൽ കലാപം തുടങ്ങിയിട്ട് ഒരു മാസം പിന്നിടുകയാണ്. എന്നാൽ ഇപ്പോഴും മണിപ്പൂരിൽ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകുന്നതല്ലാതെ ശാന്തമാകുന്നില്ല എന്നതാണ് അവസ്ഥ. ഇത് ശരിവെക്കുന്ന വാർത്തകളാണ് അവിടെ നിന്ന് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിയുടെ വീടിന് തീയിട്ടതിൽ നിന്ന് തന്നെ നമുക്ക് കലാപകാരികളുടെ തീവ്രത അളക്കാവുന്നതാണ്. എന്തായാലും ഇപ്പോൾ മണിപ്പൂർ കൂടുതൽ കലാപ കലുഷിതമാകും എന്ന് തന്നെയാണ് കേന്ദ്ര ഇന്റലിജൻസ് നൽകിയ ഒരു മുന്നറിയിപ്പ് സൂചിപ്പിക്കുന്നത്. സുരക്ഷാ സേനകളുടെ യൂണിഫോം ധരിച്ച് അക്രമികൾ വെടിവെപ്പ് നടത്തിയേക്കാം എന്നാണ് ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകുന്നത്. പോലീസിന്റെ ആയുധ ശേഖരം കൊള്ളയടിക്കപ്പെട്ടു എന്നാണ് വിവരം. പോലീസിന്റെ ആയുധപ്പുരകൾ കൊള്ളയടിച്ച് ഇതുവരെ 5 ലക്ഷത്തോളം ആയുധങ്ങൾ അക്രമികൾ കൈക്കലാക്കി എന്നാണ് നിഗമനം. ഇതിൽ 1/4 ആയുധങ്ങൾ മാത്രമാണ് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത്. ഇതാണ് മണിപ്പൂരിലെ സ്ഥിതിഗതികൾ ആശങ്കാജനകം ആക്കുന്നതും. എന്തായാലും മണിപ്പൂരിൽ ഇപ്പോഴും സംഘർഷം തുടരുകയാണ്. ഇംഫാലിൽ ദ്രുതകർമ്മസേനയും അക്രമികളും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് ദ്രുതകർമ്മസേന വെടിയുതിർത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. ചുരാചന്ദ്പൂരിലും വിഷ്ണുപൂരിലും വെടിവെപ്പും സ്ഫോടനവും ഉണ്ടായി എന്നാണ് വിവരം. അതേസമയം സംസ്ഥാനത്ത് BJP നേതാക്കളുടെ വീടുകൾ വ്യാപകമായി ആക്രമിക്കപ്പെടുന്നതായാണ് ഉയരുന്ന പരാതി. മന്ത്രി തൊങ്ക ബിശ്വജിത്തിന്റെ വീട് ആക്രമിക്കാൻ നീക്കം നടന്നു. BJP സംസ്ഥാന അധ്യക്ഷയായ ശാരദാ ദേവിയുടെ വീടിന് നേരെ ആക്രമണം ഉണ്ടായി. ഇങ്ങനെ പല പ്രാദേശിക നേതാക്കളുടെയും വീടുകൾക്ക് തീ വെച്ചതായാണ് വിവരം പുറത്തുവരുന്നത്.